നമുക്കപ്പോൾ ഇനി യു ആർ പ്രദീപിന്റെ ക്യാമ്പിലേക്ക് LDF ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. പ്രചാരണത്തിനിടയിൽ വോട്ടർമാരെ കൈവീശി കാണിക്കാൻ പറ്റാത്തത് ആളുകൾക്കൊരു പരിഭവം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് പറയുന്നത്. തിരക്കുകൾക്കിടയിൽ എപ്പോഴും കൈവീശി കാണിക്കാനൊന്നും കഴിയാറില്ല എന്ന ഒരു കുറ്റസമ്മതവും അദ്ദേഹം നടത്തുന്നുണ്ട്. മുഖത്തെ ചിരി കൃത്രിമമല്ല, സ്വാഭാവികമാണ് എന്നും പറയുന്നു UR പ്രദീപ്. തെരഞ്ഞെടുപ്പ് കാലമാണ്, നല്ല തെരഞ്ഞെടുപ്പ് ചൂടാണ്. എന്നാൽ ചൂടുള്ളൊരു ചായ ആയാലോ എന്നുള്ള രീതിയിലാണ് ചേലക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. പ്രതിവട്ടാ, ഈ ചായ പലപ്പോഴും നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് കുടിക്കുന്ന പോലെയല്ല, ഈ ആൾക്കൂട്ടത്തിലിരുന്നിട്ടേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചായ കുടിക്കുക ഒരു പ്രത്യേകതയുണ്ടോ? അതുണ്ട്. പരമാവധി ആളുകളെ നേരിട്ട് കാണുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു മാറി നിന്ന് കുടിക്കലേക്കാൾ ഭേദം ആൾക്കൂട്ടത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടും അത്രയും നേരം ഉപയോഗപ്പെടുത്താലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇങ്ങനെ പറയാറുണ്ടല്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മുഖത്ത് ചിലപ്പം ചിരിയൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരുന്ന എന്താ തോന്നിയിട്ടില്ല? സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ സാധാരണ ചുരുക്കും, കണ്ട ആളുകളെ കണ്ട അങ്ങനെ ചുരുക്കും, അത് അങ്ങനെ ചിരിച്ച് അല്ല, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ കൈവീശി കാണിക്കുന്നതിൻ്റെ ഇടയിലേ ഒരാളെയൊക്കെ ചിലപ്പം ആ മറുഭാഗത്തേക്ക് തിരിയുന്ന സമയത്ത് ചിലപ്പോൾ വിട്ടുപോയേക്കാം. പരിഭവം പറയുന്നവരൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഞാൻ കണ്ടില്ല, കൈ വീശി കുറേ നേരം കൈ വീശി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ ഈ മരങ്ങളുടെ ഇടയിൽ നോക്കണം, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് അവർ അവിടുത്തെ പ്രവർത്തകർ വിളിച്ച് പറയും ഒരു വിഷമം പറഞ്ഞു എന്ന്. അപ്പോൾ പിന്നെ ഫോൺ ചെയ്ത് ഞാൻ അവരെ വീണ്ടും അറിയിച്ച് കാണാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണല്ലേ? അതുണ്ടാവും. തെരഞ്ഞെടുപ്പ് സമയം കുറേ കുറവുകളും ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് പരമാവധി അവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോകാൻ മാത്രമേ അതിൽ ചെയ്യാറുള്ളൂ. ഇപ്പം തെരഞ്ഞെടുപ്പ് ചൂടാണ്, അപ്പം വലിയ പര്യടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഫിഡൻസ് ഏത് ലെവലിലേക്ക് എത്തി? നല്ല കോൺഫിഡൻസാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചുമരൊക്കെ BJPയുടെ UDFൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പലരും. അവിടെ നിന്നൊക്കെ ആളുകൾ അമ്മമാരും അല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളൊക്കെ 2 കൈയും ഉയർത്തി ഓടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും. ചുമരിലല്ല കാര്യം, വോട്ടിലാണ്, മനസ്സിലാണ്, അവരുടെ മനസ്സിലാണ് കാര്യം. അപ്പോൾ ആ മനസ്സിൽ അവർ ഇടതുപക്ഷത്തിനൊപ്പമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു തെളിവ്. ആ മനസ്സ് കീഴടക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഞാൻ ചെയ്ത 5 കൊല്ലം MLA ആയി എന്നെ വിജയിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ കാലഘട്ടം പരമാവധി നാടിനൊപ്പം നിന്നുണ്ട്. വികസനം മാത്രമല്ല, ആളുകളുടെ ഇടയിൽ അവർ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇടപെടാനും ഇതിനൊക്കെ സാധിപ്പോൾ ആ നന്ദി ഇപ്പോൾ കാണിക്കണം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. UR പ്രദീപ് ചെറിയൊരു ചായ കുടിച്ചിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. അവരെ സംബന്ധിച്ച ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്ര കണ്ട നിർണായകവുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, ചേലക്കര.